ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷ പ്രിലിമിനറി എക്സാമിൻ്റെ ആദ്യഘട്ട പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ PSC അയച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒത്തിരി പേര് ഇതിൻ്റെ സിലബസ്, പൊതു പ്രാഥമിക പരീക്ഷയുടെ സിലബസ് കിട്ടുമോ എന്ന് ചോദിച്ച് മെസ്സേജും കാര്യങ്ങളും അയക്കുകയുണ്ടായി. അവർക്ക് വേണ്ടിയിട്ടാണ് 2024 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയുടെ സിലബസാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നോക്കാം. ആദ്യം പറയുന്നത് ജനറൽ നോളജ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 60 മാർക്കാണ് ഉള്ളത്. ഒന്ന് പറയുന്നു ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, സമകാലീനമായിട്ടുള്ള ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ കറണ്ട് അഫെയറിൻ്റെ രൂപത്തിൽ 10 മാർക്ക് നിങ്ങൾക്ക് ചോദ്യം വരാം. 2 ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതുപോലെ തന്നെ അതിർത്തികൾ, അതുപോലെ തന്നെ അതിരുകളും ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള പ്രാഥമിക അറിവ്. ആ ഭാഗത്ത് നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ഒപ്പം തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയെക്കുറിച്ചും 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, മൗലിക അവകാശങ്ങളും അതുപോലെ തന്നെ മൗലിക കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷന്, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവുകളും ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ആ ഒരു ഭാഗത്ത് നിന്ന് 10 മാർക്കിന് PSC ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 6ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇവരെക്കുറിച്ചും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 10 മാർക്കാണ് ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക്. അങ്ങനെ 60 മാർക്ക്. അടുത്തത് ജനറൽ സയൻസ് വിഭാഗമാണ്. ജനറൽ സയൻസ് വിഭാഗത്തിൽ നാച്ചുറൽ സയൻസിൽ നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിൽ പറയുന്ന ടോപ്പിക്കുകൾ ഇതാണ്: 1 മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, 2 ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, അതായത് വിറ്റാമിനും അതിൻ്റെ ഡെഫിഷ്യൻസി രോഗങ്ങളും, 3 രോഗങ്ങളും രോഗകാരികളും, 4 കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, 5 കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, 6ാമത്തത് വനങ്ങളും വനവിഭവങ്ങളും, 7 പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും നിങ്ങൾക്ക് നാച്ചുറൽ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ പ്രതീക്ഷിക്കാം. ഫിസിക്കൽ സയൻസിൽ 10 മാർക്ക് തന്നെയാണ്. അവിടെ പറയുന്ന ടോപ്പിക്കുകൾ: 1 ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അതുപോലെ തന്നെ അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും, പിന്നെ ഹൈഡ്രജനും ഓക്സിജനും, പിന്നെ രസതന്ത്രം നിത്യജീവിതത്തിൽ, അതുപോലെ തന്നെ 6ാമത് ദ്രവ്യവും പിണ്ഡവും, 7 പ്രവൃത്തിയും ഊർജവും, 8ാമത്തത് ഊർജവും അതിൻ്റെ പരിവർത്തനവും, അടുത്തത് താപവും ഊഷ്മാവും, 10ാമത്തെ ടോപ്പിക്ക് പ്രകൃതിയിലെ ചലനങ്ങളും ഫലങ്ങളുമാണ്, 11 ശബ്ദവും പ്രകാശവും, 12 സൗരയൂഥവും സവിശേഷതകളുമാണ്. അടുത്തത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതായത് മാത്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് 20 മാർക്കുണ്ട്. അതിൽ ലഘുഗണിതത്തിൽ 10 മാർക്കാണ്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് നോക്കാം. 1 സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, പിന്നീട് ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗ്ഗമൂലവും, ശരാശരി പഠിക്കണം, ലാഭവും നഷ്ടവും പഠിക്കണം, പിന്നീട് സമയവും ദൂരവും പഠിക്കണം. അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, അതിനും 10 മാർക്കാണ്. അങ്ങനെയാണ് 20 മാർക്ക് മാത്സിൽ വരുന്നത്. 1 ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ഉണ്ടാകും, ശ്രേണികൾ പഠിക്കണം, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ. 5ാമത്തത് അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, പിന്നീട് 6 ഒറ്റയാനെ കണ്ടെത്തുക, 7 വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, 8 സ്ഥാനനിർണ്ണയം. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് 10ാം തരം 2024 പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് PSC പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ ഒരു ഭാഗത്ത് നിന്ന്, മുകളിൽ കൊടുത്ത ഭാഗത്ത് നിന്ന് മാത്രം ചോദ്യങ്ങൾ വരണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ചോദ്യങ്ങളും ഉണ്ടാകും എന്നാണ് PSC പറയുന്നത്.
അതുപോലെ തന്നെ ദർ ഈസ് നോ അണ്ടർടേക്കിംഗ് ദാറ്റ് ഓൾ ദ ടോപ്പിക്സ് എബോവ് മേ ബി കവേർഡ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. അപ്പം ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിംസിനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഷെയറും ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ചാനലിൽ കൂടെ കൂടുക.